ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അധികം ലോങ് ആക്കാതെ ഒരു 5 മിനിറ്റ്സ് തന്നെ ഞാൻ തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണം ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് പേഴ്സണൽ യൂസിനും ബിസിനസ്സിനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഈ ഐവറി ഷീറ്റ് 0.8 mm വരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ അടുത്തുള്ളൊരു സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. പ്രീമിയം ടൈപ്പ് ഓഫ് ജാസ്മിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒളീവ് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് വേണം. അതും നിങ്ങൾക്ക് സെയിം തിക്നെസ്സിൽ തന്നെ വാങ്ങിക്കാം, 0.8 mm. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് ഈ പഞ്ചാണ്. അല്ലാതെ നമ്മൾ കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഞ്ച് ചെയ്ത് പോവാം. ഇതേപോലത്തെ ഒരു ഷേപ്പാണ് വേണ്ടത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പഞ്ച് തന്നെയാണ് കേട്ടോ. ഡ്രസ് മൈ ക്രാഫ്റ്റ് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. പിന്നെ 1.5 ഇഞ്ചിന്റെ ആണ്. ഇതൊരു പെർഫെക്റ്റ് മുല്ലപ്പൂ കിട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ സിസേഴ്സ് വേണം, B7000 വേണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ച് എടുത്തിട്ട് ഈ വൈറ്റ് ഐവറി ഷീറ്റിലോട്ട് നമുക്ക് ഇതൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിന്റെ ഷേപ്സ് നമുക്ക് എടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന പോലെ തിരിച്ച് വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സിന്റെ സൈഡ് ഒന്നും കട്ട് ചെയ്ത് പോവാതെ തന്നെ എടുക്കാൻ പറ്റും. അതേപോലെ ഈ സൈഡ്സിൽ നിന്ന് എടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് വേസ്റ്റേജ് ഇല്ലാതെ തന്നെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ സൈഡ്സും ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് ഓഫ് ഫ്ലവർ ഷേപ്പ് നമ്മൾ ഇതേപോലെ പഞ്ചർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ സെന്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ പൂവിന്റെ ഷേപ്പിലോട്ട് ഇത് കിട്ടും. ഒന്ന് ഷ്രിങ്ക് ആവും, അതിനുശേഷം പൂവിന്റെ ഷേപ്പിലോട്ട് കിട്ടും. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അയൺ ബോക്സിനെ ഒന്ന് കമത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒറ്റ മുല്ലേനെ ഡബിൾ മുല്ലയാക്കാൻ വേണ്ടിയിട്ട് ഈ B7000 എടുത്ത് അതിൽ കുറച്ചൊരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്തൊരു ഒറ്റ മുല്ല എടുത്ത് ഇതിന്റെ ഇടയ്ക്കോട്ട് ഒന്ന് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെറ്റൽസിന്റെ ഇടയ്ക്കോട്ട് ഫിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു പെറ്റൽ വിട്ട് അടുത്ത പെറ്റലിന്റെ ഇടയ്ക്കോട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ആണ് ഇതേപോലെ അടുക്ക് പോലെ ഉണ്ടാവുന്നത്. ഇപ്പോഴേ തന്നെ നല്ല കറക്റ്റ് മുല്ലപ്പൂവിന്റെ ഒരു ഷേപ്പ് തന്നെ വന്നില്ലേ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഒറ്റമുല്ലയും ഡബിൾ മുല്ലയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒളീവ് ഗ്രീൻ കളർ അതിന്റെ ചെറിയ തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 സെന്റിമീറ്റർ ആണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു നീളം മതി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് അങ്ങ് താഴെ വരെ കൊണ്ടുപോകാൻ കേട്ടോ. പക്ഷെ ഞാൻ ചെറിയൊരു പീസ് ഇപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് B7000 തന്നെ വെച്ച് നല്ലോണം ഗ്ലൂ വെച്ചതിന് ശേഷം ആ തണ്ട് ഷേപ്പിലേക്ക് ഒന്ന് കറക്കിയെടുക്കാം. ഈ 7000 ആണ് ഒന്ന് ചെറുതായിട്ട് പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, എന്നാലും പെട്ടെന്നാവും. അപ്പോൾ ആവശ്യമുള്ള അത്രയും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ തണ്ട് പൂവും റെഡിയായ സ്ഥിതിക്ക് ആ പൂവിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് B7000 വെച്ച് ഈ തണ്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഒരു 5 സെക്കൻഡ്സ് ഒന്ന് പിടിച്ചു കൊടുത്താൽ അത് നല്ലോണം സ്റ്റിക്ക് ആവും. അപ്പോൾ നല്ല ഒറിജിനൽ ആയിട്ടുള്ള ജാസ്മിൻ പോലെ ഇരിക്കുന്നില്ലേ. സാധാരണ മുല്ലപ്പൂക്കൾ ഇതേപോലെയാണ് കെട്ടിയെടുക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരുന്നില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ട്രിക്കും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്കിനായിട്ട് ഇതേപോലത്തെ ഒരു ഡബ്ബ എടുത്തിട്ട് അതിൽ ഇതേപോലെ ഒന്ന് നൂല് 2 സൈഡിൽ നിന്ന് ഒന്ന് കോർത്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയ നോട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പൂ കെട്ടാൻ തുടങ്ങുന്നത്. ഞാൻ ആദ്യം കുറച്ച് എടുത്തു പോയി, അത് വീഡിയോയിൽ വന്നില്ല. പക്ഷെ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതേപോലെ അടിയിൽ നിന്ന് ഒരു നൂലെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. നോട്ട് ഫുൾ ഇടണ്ട, അതിൽ കുറച്ച് സ്പേസ് വെക്കണം. ഈ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഒരു പൂ വെച്ച് കൊടുക്കണം. ആ താഴേന്ന് അടുത്ത പൂ വെച്ച് കൊടുക്കണം. ഓപ്പോസിറ്റ് സൈഡ്സിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം കെട്ടി ഇറുക്കി കൊടുക്കണം. അത് കെട്ടി ഇറുക്കിയത് പോരാഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന നല്ല അടുക്കുള്ള അടിപൊളി മുല്ലപ്പൂവ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ കെട്ടിയ പൂവ് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റും മറക്കല്ലേ. ബൈ.